കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. എൻ്റെ ദിവ്യഹൃദയ ഭക്തരുടെ ജീവിതകാലത്തും അവരുടെ മരണസമയത്തും ഞാൻ അവർക്ക് സങ്കേതമായിരിക്കും, അഭയമായിരിക്കുമെന്ന് ഈശോ വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിന് ഒരു വാഗ്ദാനം നൽകുന്നുണ്ട്. പ്രിയം നിറഞ്ഞവരെ, ഒരുക്കമില്ലാതെയുള്ള മരണം സ്വർഗത്തെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. ദാനമായി ഈ ഭൂമിയിലേക്ക് നമുക്ക് ജീവൻ നൽകി നമ്മെ അയച്ചിട്ടും ഒരുപാട് അവസരങ്ങൾ നമുക്ക് നൽകിയിട്ടും സ്വർഗത്തെക്കുറിച്ച് ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ഒരുക്കമില്ലാതെ കടന്നു പോകുന്ന എത്രയോ ജീവിതങ്ങൾ സ്വർഗത്തെ വേദനിപ്പിക്കുന്നു. ഒരു ജീവിതം മുഴുവൻ നിത്യസൗഭാഗ്യം നേടുവാനായിട്ട് നമുക്ക് മുമ്പിൽ അവിടുന്ന് നൽകിയിട്ടും അവയെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോലും മെനക്കെടാതെ എൻ്റെ ജീവിതത്തിൻ്റെ എത്രയോ നിമിഷങ്ങളും മണിക്കൂറുകളും ദിവസങ്ങളും വർഷങ്ങളും കടന്നു പോകുന്നു. സ്വർഗത്തിൻ്റെ വലിയ വേദനയാണത്. നമ്മുടെ ജീവിതത്തെ തിരുഹൃദയ ഭക്തിയിൽ നമ്മൾ വളർത്തുമ്പോൾ മരണത്തെ, ജീവിതത്തെ ഒരുക്കുവാനുള്ള വലിയൊരു കൃപ ഈശോ നമുക്ക് നൽകും. നമ്മുടെ ജീവിതത്തിൻ്റെ മരണനേരങ്ങളിൽ തമ്പുരാന്റെ കൃപ ശക്തമായ കാവലായി നമുക്ക് മാറും. നിറഞ്ഞവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അപ്രതീക്ഷിതമായി എന്തെല്ലാം അനുഭവങ്ങളാണ് കടന്നു വരുന്നത്. നമ്മുടെ ചുറ്റിലേക്ക് കണ്ണോടിച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ ഭൂമിയിൽ നിന്നും മരണം മൂലം വേർപെട്ടു പോകുന്ന എത്രയോ മനുഷ്യർ, അത് കുഞ്ഞുങ്ങളെന്നോ യുവജനങ്ങളെന്നോ മധ്യവയസ്കരെന്നോ വാർദ്ധക്യത്തിലെത്തിയവരെന്നോ ഭാവഭേദമില്ലാതെ ഏതു നിമിഷവും ഈ മരണം നമ്മെ സമീപിക്കാൻ പറയുന്നവരെ, അവിടെയാണ് നമ്മുടെ ജീവിതത്തെ ഒരുക്കമുള്ളതാക്കി മാറ്റേണ്ടതിൻ്റെ ഒരു പ്രസക്തി നിറയുന്നത്. ദൈവം ദാനമായി നൽകിയ ജീവിതം ഈ ഭൂമിയിൽ നിത്യസൗഭാഗ്യം നേടുവാനുള്ള നിമിഷങ്ങളാക്കി നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും നമ്മൾ മാറ്റണം. അല്ല എങ്കിൽ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന മരണം നമ്മുടെ ജീവിതത്തിൻ്റെ നിത്യനാശത്തിലേക്ക് നമ്മൾ നയിക്കുന്നുവെങ്കിൽ, ആത്മാവിൻ്റെ നിത്യനാശത്തിലേക്ക് നമ്മൾ നയിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗം ഒത്തിരി വിഷമിക്കും. നിറഞ്ഞവരെ, നമുക്ക് ദിവ്യകാനീശ്വരുടെ മുമ്പിൽ പ്രാർത്ഥിക്കാം. ദിവ്യ ഹൃദയ ഭക്തിയുള്ളവരുടെ ജീവിതത്തെയും മരണത്തെയും ആവശ്യമായ എല്ലാ ഒരുക്കങ്ങൾക്കും കൃപകൾക്കും ഞാനിതാ അവരുടെ കൂടെയായിരിക്കും, സങ്കേതമായിരിക്കും, അഭയമായിരിക്കും എന്ന വാഗ്ദാനത്തെ നമുക്ക് ആഴത്തിൽ ധ്യാനിച്ചുകൊണ്ട് തിരുഹൃദയ ഭക്തി നമ്മുടെ ജീവിതത്തെ നമുക്ക് നയിക്കാം. ദൈവമേ, നിൻ ഹൃദയം സ്നേഹത്തിൻ സാഗരം, യേശുവേ എൻ ഹൃദയം നീ വസിക്കും ആലയം, സ്നേഹിക്കാനാരുമില്ല നീ നൽകും സ്നേഹം പോലെ, നീയല്ലാതാരുമില്ല നിത്യജീവൻ നേടിടുവാൻ. ദൈവമേ, നിൻ ഹൃദയം സ്നേഹത്തിൻ സാഗരം, യേശുവേ എൻ ഹൃദയം നീ വസിക്കും ആലയം. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.